ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഫ്ലോക്സ് ഫ്ലവറാ. അപ്പം ഇത് തണുപ്പ് സമയത്തിലാണ് നടന്നത്. പക്ഷെ പൂ ഇപ്പം ഈ സമയത്താണ് കൂടുതൽ പൂ വരുന്നത്. നമുക്ക് തണുപ്പ് വിടാറാവും, പിന്നെ സമ്മർ വരാൻ നേരത്തെ ഇത് കൂടുതൽ ഫ്ലവറിങ് ആണ്. അപ്പം നല്ല രസമാണ്. ഇതിന് നല്ല സൺലൈറ്റിൽ വെക്കണം, അപ്പോഴേ ഇതിൻ്റെ പൂ നല്ലതായിട്ട് കിളിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സീഡ്സ് ഇതേൻ്റെ ഇത് വരുന്നു. ഇപ്പം വെക്കേണ്ട സീഡ്സ്, ഇത് നമുക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ സൈഡിൽ നിന്ന് നല്ലതായിട്ട് ഷൂട്ടും വരും, നല്ലതായിട്ട് ഫ്ലവറിങ് ആവും. നല്ല രസമാണ്. ഇത് പോട്ട് നിറച്ച് നിങ്ങൾക്ക് പൂ വേണമെങ്കിൽ ഫ്ലോക്സ് വെക്കണം ഫ്രണ്ട്സ്, നല്ല രസമാണ്. അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് വെള്ളം ഞാൻ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്, ബാക്കി ഇതെല്ലാം ഞാൻ മേടിച്ചതാണ്. പക്ഷെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത വർഷം ഇതിൻ്റെ സീഡ്സിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടാം. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. ഇത് ഒത്തിരി പല കളർ വരും. പല കളറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും കളറുള്ളൂ. പക്ഷേ ഇതിനകത്ത് നീം കളർ റെഡും ഉണ്ട്, ഇച്ചിരി ലൈറ്റ് മഞ്ഞ ഉണ്ട്. നല്ല രസമാണ് ഇത് കണ്ട. അപ്പം പോട്ട് നിറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് പൂ വാങ്ങിച്ച് വെക്കണം. പക്ഷേ ഈ വർഷം നീ ഇപ്പം ഓക്കത്തില്ല, നീ അടുത്ത വർഷമേ നിങ്ങൾക്ക് അത് മേടിച്ച് വെക്കാനുള്ളത്. സാപ്ലിങ്ങും കിട്ടും. സാപ്ലിങ് കൂടുതൽ വിലയ്ക്ക് കിട്ടത്തില്ല. അത് മേടിച്ച് വെച്ചാലും നിങ്ങൾക്ക് നല്ലതാണ്. താങ്ക് യു സോ മച്ച്.